തെക്കൻ കേരളത്തിൽ LDF-ന്റെ മേധാവിത്വമില്ല. UDF-ന് 17 മുതൽ 19 സീറ്റുകൾ, ചെറിയൊരു എഡ്ജ് 18 മുതൽ 20 സീറ്റുകൾ വരെ. അതായത് 18 ആയിട്ട് LDF-ന്റെ കുറയുകയാണെങ്കിൽ 19 സീറ്റുകൾ UDF-ന് കിട്ടും. 17 ആയിട്ട് UDF-ന് കുറയുകയാണെങ്കിൽ 20 സീറ്റുകൾ LDF-ന് കിട്ടും. അവിടെ 2 സീറ്റുകൾ NDA-ക്ക് കിട്ടും. അതായത് നോർത്തിൽ, വടക്കൻ കേരളത്തിൽ ഒരു സീറ്റ് ഈ എക്സിറ്റ് പോൾ ഫലം BJP-ക്ക് നൽകുന്നു. സെൻട്രലിൽ ഒരു സീറ്റ് നൽകുന്നു. സൗത്തിൽ 2 സീറ്റ്. അതായത് ഒരുപക്ഷെ വടക്കൻ കേരളം എന്ന് പറയുന്നത് മഞ്ചേശ്വരമായിരിക്കാം ഉദ്ദേശിച്ചത്, സെൻട്രൽ പാലക്കാടായിരിക്കാം. ഇവിടെ നിയമവും കഴക്കൂട്ടവും അങ്ങനെ 4 സീറ്റുകളാണ് BJP-ക്കായി ഈ സർവേയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു പ്രവചനം. 0-1 ആണ്. ഇതെല്ലാം 0-1, 0-2 ആണ്. ചിലപ്പോൾ കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ കിട്ടിയേക്കാം BJP-ക്ക് എന്നുള്ളതാണ്. ടൈറ്റ് ആയിട്ടുള്ള മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. അവിടെ 39.8% വേഴ്സസ് 39.3% എന്നുള്ളതാണ്. അത് UDF വേഴ്സസ് ആണ്. UDF-ന് 39.8%, അതേസമയം 39.3% LDF. ചെറിയ വ്യത്യാസം. പക്ഷേ NDA-ക്ക് BJP മുന്നണി ഏറ്റവും സ്ട്രോങ് തെക്കൻ കേരളത്തിലാണ്. 17% NDA-യുടെ വോട്ട് ഷെയർ. കേരളത്തിലാകെ നോക്കുമ്പോൾ 14.3% വോട്ട് ഷെയർ എങ്കിൽ അത് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ BJP-യുടെ കുറച്ചുകൂടി സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള തെക്കൻ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നതുകൊണ്ട് അതിനകത്ത് നമ്മുടെ കണക്കിൽ കൃത്യമായി തന്നെയുണ്ട്. അപ്പർ കാസ്റ്റ് ഹിന്ദുസിന്റെ ഇടയിൽ ഒരു അല്പം ഒരു മെച്ചപ്പെടൽ BJP-യുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. 30% വോട്ടുകൾ, അപ്പർ കാസ്റ്റ് ഹിന്ദുസിന്റെ വോട്ടുകൾ BJP-ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. അവിടെ 32.3% വോട്ടുകളാണ് UDF-ന് അപ്പർ കാസ്റ്റ് ഹിന്ദുസിന് ലഭിച്ചിരിക്കുന്നത്. 33.7% വോട്ടാണ് LDF-ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ BJP-ക്ക് എഡ്ജുള്ളത് 30.3 എന്ന തരത്തിൽ ആ മേഖലയിലാണ് എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ കരുതേണ്ടത് ഉയർന്ന ജാതിക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ NDA-ക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ലൈറ്റ് എഡ്ജ് BJP-യുടെ വോട്ട് ഷെയറിലേക്ക് വരുന്നത് എന്ന് വേണം കരുതാൻ. മറ്റു മേഖലകളിലൊക്കെ BJP കാര്യമായ നേട്ടമില്ലാതിരിക്കുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ വിഭാഗത്തിലായാൽ 25.3% UDF-നും 52%, അതൊരു വളരെ പ്രധാനപ്പെട്ട കണക്കാണ് മഞ്ജുഷ, 52% SC വിഭാഗത്തിന്റെ വോട്ട് ലഭിച്ചിരിക്കുന്നത് LDF-നാണ് എന്നുള്ളത് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. LDF-ന് ആ മേഖലയിൽ വലിയ അപ്രമാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. OBC അതർ ബാക്ക്വേർഡ് ക്ലാസസിൽ 43.7% വോട്ടുകൾ LDF-നുണ്ട്. അവിടെ കേവലം 34.2% വോട്ട് മാത്രമാണ് UDF-ന് കിട്ടിയിരിക്കുന്നത്. NDA-ക്ക് 18.8% വോട്ട് അവിടെയുണ്ട്. ചെറിയൊരു കടന്നുകയറ്റം ആ മേഖലയിലേക്ക് NDA നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പർ കാസ്റ്റ് ഹിന്ദുസിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കണക്കുള്ളത്. ഏതാണ്ട് 3 മുന്നണികൾക്കും കൃത്യമായി ഡിവൈഡ് ചെയ്യപ്പെട്ട തരത്തിലാണ് ഇപ്പോൾ വോട്ട്. 30% എന്ന കണക്കിൽ, 30 എന്ന കണക്കിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഈ തെക്കൻ കേരളത്തിൽ BJP-ക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് കണക്ക്. അതേപോലെ തന്നെ മേഖല തിരിച്ചു പറയുമ്പോൾ വടക്കൻ കേരളത്തിൽ UDF 45.1%, LDF 39.1% എന്നുള്ളതാണ്. മധ്യ കേരളത്തിലും ടൈ ആണ്. 41.5% UDF-നും 40.5% LDF-നും എന്നുള്ളതാണ്. അതായത് ഒരു റിയൽ ബാറ്റിൽ ഗ്രൗണ്ട്, ഹൈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. ഇതാണ് എക്സിറ്റ് പോളിൽ വോട്ട് വൈബ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. റിയൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്നുള്ളത് യഥാർത്ഥ പോരാട്ടം നടക്കുന്ന ഒരു വേദിയായിട്ട് മധ്യ കേരളം മാറുകയാണ്. അവിടെ 41.5% UDF-ന്, 40.5% LDF-ന് എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ 39.8% UDF-നും 39.3% LDF-നും എന്നുള്ളതാണ്. അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ പോരാട്ടമായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ വടക്കൻ കേരളത്തിൽ കൃത്യമായിട്ട് UDF-ന് ഒരു മേധാവിത്വം കിട്ടുന്നു. അതുകൊണ്ടാണ് 75 സീറ്റുകൾ നേടാൻ UDF-ന് കഴിയുന്നത്. 63 സീറ്റ് എന്നുള്ളത് LDF-ന് കിടക്കുന്നത്. ഈ മലപ്പുറം പോലെയുള്ള ജില്ലകൾ ആണ് വളരെ കൃത്യമായി തന്നെ UDF-നെ ഈ വിഷയത്തിൽ സഹായിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വടക്കൻ കേരളത്തിൽ 32 സീറ്റുകളിലേക്ക് എത്തുമ്പോൾ മലപ്പുറത്തെ 16 സീറ്റുകൾ നിർണായകമാണ്. ഒപ്പം പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂരിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിലൊക്കെ വലിയ അട്ടിമറി ജയം പോലും ഉണ്ടാകും തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതടക്കമുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ വടക്കൻ കേരളത്തിൽ ഒരു അപ്രമാദിത്വം നേടാൻ സാധിക്കുമെന്നും അതുവഴി കേരളത്തിൽ ഭരണം പിടിക്കെടുത്താൻ സാധിക്കും എന്നുള്ള സൂചനകളാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. ഞാനത് സൂചിപ്പിച്ചിരുന്നു. കന്നി വോട്ടർമാർ എങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്ന്. പുതിയ വോട്ടർമാരായിരിക്കും ആരെ ഭരണത്തിൽ എത്തിക്കുക എന്നുള്ള കാര്യം
പ്രകടമായിരുന്നു. അത് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 18 മുതൽ 24 വയസ്സ് വരെയുള്ള വോട്ടർമാർ, അതാണല്ലോ ഏറ്റവും പ്രധാനം, 47% UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. വളരെ വലിയൊരു കണക്കാണത്. UDF-നെ യുവാക്കൾ, ചെറുപ്പക്കാർ 47% പേർ പിന്തുണയ്ക്കുന്നു. LDF-ന് 36.8%, NDA-ക്ക് 11.1%. അതായത് UDF-ന് കിട്ടുന്ന ആവറേജ് വോട്ട് ഷെയറിനേക്കാൾ ഒരു 5% കൂടുതലാണ് യുവാക്കളുടെ പിന്തുണ എന്നുള്ളതാണ്. പുതിയ കന്നി വോട്ടർമാർ UDF-നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായ സൂചന നൽകുന്നത്. 47% യുവ വോട്ടർമാരും UDF-ന് അനുകൂലമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. LDF-ന് ആ ഒരു എഡ്ജില്ല. കേവലം 36.8%ത്തിലേക്ക് ഈ യുവ വോട്ടർമാരുടെ വോട്ടിംഗ് രീതി LDF-ന് അനുകൂലമായി മാറി എന്ന് മാത്രമാണ്. NDA ഒക്കെ പല സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം BJP-ക്ക് അധികാരത്തിൽ വരുമ്പോൾ യുവ വോട്ടർമാരുടെ വോട്ടുകളൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ല. കേവലം 11% വോട്ടുകൾ മാത്രമാണ് BJP-ക്ക് ഈ യുവ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വളരെ കൃത്യമായ സൂചന. 35 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള വോട്ടർമാർ, അവരിൽ 41.5% UDF-നെ പിന്തുണയ്ക്കുന്നു, 40.2%. വലിയ വ്യത്യാസമില്ല. കേവലം ഒരു 1 പോയിന്റ് ഒരു വ്യത്യാസം മാത്രമാണ്, 1.3യുടെ വ്യത്യാസം മാത്രമാണ് UDF-ഉം LDF-ഉമായി. 35 മുതൽ 44% വരെയുള്ള വോട്ടർമാർ 40.5% UDF-നെ പിന്തുണയ്ക്കുമ്പോൾ LDF-ന് 40.2% മാത്രവും NDA-ക്കാകട്ടെ 14.8% എന്ന കണക്കിലേക്ക് കൂടി ആ വോട്ടർമാർ മാറുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലത്തിന്റെ വലിയ ഒരു പ്രത്യേകത. 55 വയസ്സിനും മുകളിൽ പ്രായമുള്ള വോട്ടർമാരിൽ 42% UDF-നെ പിന്തുണയ്ക്കുമ്പോൾ 40.3% പിന്തുണ LDF-ന് നൽകുന്നത്. NDA-ക്ക് 14.3% ആളുകളും വോട്ട് ചെയ്തു. 2% വ്യത്യാസം, 2.3% വ്യത്യാസം ഈ 55+ ആളുകളുടെ വോട്ടിംഗ് ഷെയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. എടുത്തു പറയാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, യുവ വോട്ടർമാർ, കന്നി വോട്ടർമാർ, ചെറുപ്പക്കാർ, അവർ UDF-നെ പിന്തുണയ്ക്കുന്നു. അതായത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള കാര്യം ചെറുപ്പക്കാർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് UDF-ന് ഈ മേൽക്കൈ കിട്ടുന്നത്, അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇനി ഈ മേഖല തിരിച്ചുള്ള മറ്റു കാര്യങ്ങൾ, അർബൻ മേഖല അല്ലെ, നഗര കേന്ദ്രീകൃത വോട്ടർമാർ, നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ പ്രധാനമാണ്. അവിടെയും UDF-ന് ഒരു എഡ്ജ് ഉണ്ട്, 42.4, 39.8. അതേസമയം ഗ്രാമങ്ങളിലും എഡ്ജ് UDF-നുണ്ട്, 43.3. UDF-ന്, LDF-ന് 38.7. ഒപ്പം ടോട്ടൽ ഇങ്ങനെ കണക്ക് വരുമ്പോൾ 42.6ലേക്ക് UDF എത്തുന്നു, 39.5ലേക്ക് LDF എത്തുന്നു, 14.3ലേക്ക് NDA എത്തുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. അങ്ങനെയാണ് ഈ 75 എന്ന സീറ്റ് നിലയിലേക്ക് UDF എത്തുന്നത് എന്നുള്ളത്. ഒരിക്കൽ കൂടി നോക്കാം, എത്ര സീറ്റുകൾ LDF-ന്, എത്ര സീറ്റുകൾ UDF-ന് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിൽ പ്രകടമാകുന്നത്. വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് 80 സീറ്റുകൾ വരെ UDF-ന് കിട്ടാം. 70 മുതൽ 80 സീറ്റുകൾ വരെ, അതായത് 70. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.